കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ച കടലിലുള്ള ഈ ഒരു കേവിൻ്റെ ഉൾഭാഗത്തെ കുറച്ചും കൂടി വിഷ്വൽസാണ് നമ്മൾ ഈ എപ്പിസോഡിൽ തുടക്കത്തിലൊന്ന് കാണിക്കുന്നത്. ഈ ഒരു കേവ് ഭയങ്കര ഇരുട്ടുള്ളൊരു കേവാണ്. അപ്പോൾ ഇതിൽ യാത്ര ചെയ്യുന്ന ഈ ആളുകളുടെ ഫ്ലാഷ് ലൈറ്റും മൊബൈലിൽ നിന്നുള്ള ടോർച്ച് ലൈറ്റും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇതൊക്കെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു പേടി തോന്നുന്ന ഒരു കേവ് തന്നെയാണ്. കാരണം വെള്ളം പൊന്തിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥയാണ്. പക്ഷേ അവർക്ക് ഇതിൻ്റെ ആളുകൾക്ക് അറിയാമായിരിക്കും എപ്പോഴൊക്കെ വെള്ളം പൊന്തുക താവുക എന്നുള്ളതൊക്കെ അറിയാമായിരിക്കും. അതുകൊണ്ട് ആണ് ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം കൂടി നമുക്ക് വേറൊരു കേവ് ഏരിയയിൽ കയാക്കിംഗ് ഉണ്ട്. വേർഡ് ടു ഫ്രീക്കിൻ്റെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ തുടങ്ങിയാണ്. വൺസ് അഗെയിൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വേർഡ് ടു ഫ്രീക്ക്. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ വേർഡ് ടു ഫ്രീക്കിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബോട്ടിൽ കടലിലൂടെ യാത്ര തുടരുകയാണ്. പോകുന്ന വഴിക്ക് മനോഹരമായ പല റോക്കുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു വലിയ ഒരു റോക്കിൻ്റെ അടുത്ത് കൂടിയാണ്. വളരെ ക്ലോസ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ശ്രദ്ധിച്ചപ്പോൾ അതിന് വളരെ അടുത്തായിട്ട് നമുക്കൊരു വലിയൊരു ഗുഹ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ സൂം ചെയ്ത് നോക്കി വലിയൊരു ഹോള് അവിടെ കാണുന്നുണ്ട്. ഇത് ബോട്ടിൻ്റെ ഏറ്റവും താഴെയുള്ള ഡെക്കാണ്. ഇവിടെയാണ് കയാക്കിന് വേണ്ടിയിട്ടുള്ള ചെറിയ ബോട്ടുകളൊക്കെ അവർ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നതാണ് അവരുടെ കിച്ചൺ ഏരിയ. ഇവിടെ ഷിപ്പിന് ഒരുപാട് കുക്കുകളും അതിൻ്റെ കിച്ചൺ സ്റ്റാഫുകളൊക്കെ ഉണ്ട്. ഇവിടെ കൂടുതലും ലേഡീസ് സ്റ്റാഫുകളാണ് കിച്ചൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്തിട്ടാണ് അവർ നമുക്ക് സെർവ് ചെയ്യുന്നത്. ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ഇവിടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ നമുക്ക് വേണ്ട ബൊഫയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് അവരുടെ കുക്കിംഗ് ഏരിയ. എവിടെയാണ് ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടേബിളും ചെയർസൊക്കെ ഇവിടെ ഉണ്ട്. അത് കൂടാതെ നമുക്ക് മുകളിലത്തെ ഡെക്കുകളിൽ ഇരുന്നിട്ടും കഴിക്കാം. ഈ ഒരു ഇടനാഴിലൂടെ മുന്നോട്ടോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബോട്ടിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഡെക്കിലെത്തും. നമ്മുടെ ബോട്ട് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ച് നേരം ഇവിടെ കയാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്ക് പോകുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പോയ പോലെ തന്നെ വേറൊരു വലിയ മലയുടെ ഉള്ളിലോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ അത് ഓപ്പൺ ഏരിയ ആണത്. നേരത്തെ കണ്ട പോലെ ക്ലോസ്ഡ് ഏരിയ അല്ല, നമ്മൾ ഓപ്പൺ ഏരിയ ആണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഈ നേരെ കാണുന്ന ഈ വലിയ മലയുടെ ഉള്ളിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ തന്നെ എല്ലാ ആളുകൾക്കുമുള്ള ഒരുമിച്ച് പോകാനുള്ള കയാക്ക ബോട്ട് ഇവരുടെ കയ്യിലില്ല. അപ്പോൾ ആദ്യം പോയ ആളുകൾ തിരിച്ചു വന്നതിന് ശേഷമാണ് അടുത്ത ആളുകളൊക്കെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം നേരത്തെ തന്നെ പോകാൻ തീരുമാനിച്ചു. ആദ്യത്തെ ട്രിപ്പുകളിൽ തന്നെ ഞങ്ങളും കയറിപ്പറ്റി. നമ്മുടെ ഒപ്പം തന്നെ സൗദിയിൽ നിന്നുള്ള കുറച്ച് പിള്ളേരും മറ്റൊരു കയാക്ക ബോട്ടിൽ നമ്മളോടൊപ്പം തന്നെ തുഴയുന്നുണ്ട്. അവർ നല്ല അടിപൊളി എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള പിള്ളേരൊക്കെ തന്നെയാണ്. ഞങ്ങളുടെ ബോട്ടിൽ ഞാനും മക്കളും ഇത് തുഴയുന്ന ആളടക്കം 4 ആളാണുള്ളത്. കുറേ ആളുകളൊക്കെ തിരിച്ച് വരുന്നുണ്ട്. വേറെയും ഒരുപാട് വലിയ ബോട്ടുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതിലത്തെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെയാണ് തിരിച്ചു വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കേവിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. അങ്ങോട്ടാണ് നമ്മളിനി പോകുന്നത്. നേരത്തെ നമ്മൾ കണ്ട കേവ് പോലെയല്ല ഇത്. നല്ല ലൈറ്റും ഒക്കെ ഉള്ളതും റൂഫ് ഓപ്പൺ ആയിട്ടുള്ള ഒരു കേവാണ്. പക്ഷെ ഒരു രക്ഷയില്ല. ഭയങ്കര ഭംഗിയുള്ള ഒരു ഏരിയ ആണിത്. ഇത് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. നമുക്ക് ഇത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയാത്ത അത്രയും ഭംഗിയുള്ള ഒരു എക്സ്പീരിയൻസ് ആണിത്.
ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ബോട്ടിൽ വരാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് അല്ലാതെ ഇൻഡിവിജ്വൽ പാക്കേജൊക്കെ എടുക്കുന്ന ആളുകൾക്ക് സെപ്പറേറ്റായിട്ടും ഇങ്ങോട്ടൊക്കെ വരാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഒരുപാട് പക്ഷികളെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ മുകളിൽ ഒരു വലിയൊരു വേഴാമ്പലിനെ ഞങ്ങൾ കണ്ടു. നല്ല വലുപ്പമുള്ളൊരു വേഴാമ്പലാണ്. പക്ഷേ ഗോപ്രോയിൽ സൂമിങ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്കത് ക്ലിയറായിട്ട് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ പക്ഷികളുടെ ശബ്ദവും വെള്ളത്തിൻ്റെ ആരവങ്ങളൊക്കെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല ലക്കിയാണ്. കാരണം നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്തൊന്നും ഒട്ടും മഴയൊന്നും ഉണ്ടായിട്ടില്ല. കാർമേഘങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിൽ കൂടി, ചെറിയൊരു മൂടിക്കെട്ടലൊക്കെ ഉണ്ടെങ്കിൽ കൂടി മഴയൊന്നും പെയ്യുന്നില്ല. അത് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഗ്രഹമായി. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ സാധിച്ചു. ഇന്ന് നന്നായി വെള്ളം കയറിയിട്ടുണ്ട് നോർമലുള്ളതിനേക്കാളും. അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും. ഇവിടെ ചെറിയൊരു കരഭാഗം ഉള്ളൊരു ഏരിയയാണ്. ഇവിടെയൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ പറ്റുന്ന ഒരു ഭാഗമാണ്. പക്ഷെ ഇന്ന് വെള്ളമുള്ളത് കൊണ്ട് അത് സാധിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഈ പാറകളുടെ ഉള്ളിലോട്ടൊക്കെ ചെറിയ ചെറിയ ദ്വാരങ്ങളും അതിലോട്ടൊക്കെ കയറി പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്. പക്ഷെ വെള്ളം കുറവുണ്ടെങ്കിലാണ് അതൊക്കെ നടക്കുള്ളൂ. ഒക്കെ ചെറിയ ചെറിയ ഗുഹകളാണ് ഇവിടെ ഉള്ളത്. വെള്ളം കൂടുതലാണ്, അത് കാരണം ഈ ലഗൂണിൻ്റെ ഉള്ളിലോട്ട് നോർമലി നമുക്ക് പോകാൻ പറ്റും. പക്ഷെ ഇന്ന് വെള്ളം നല്ല കൂടുതലായ കാരണം അങ്ങോട്ട് നടന്നു പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകുമായിരുന്നു. ഒരു ആനയുടെ പോലെ തോന്നുന്നുണ്ടോ? പല ഭാഗങ്ങളിലും പാറകൾക്ക് പല പല മൃഗങ്ങളെ രൂപങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ആനയുടെ ഒരു രൂപം പോലെ നമുക്ക് തോന്നുന്നുണ്ട് ഒരു പാറ. അത് അയാൾ നമ്മുടെ തുഴയുന്ന ആളുകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.
ഞങ്ങളുടെ കപ്പലിൻ്റെ മുകളിലത്തെ ഡെക്കിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾ ബോട്ടിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കയറാനായിട്ട്. ഞങ്ങളുടെ ബോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു വലിയ ബോട്ടും പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവസാനം ബോട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കയാക്കിങ്ങും ഒന്നുമില്ല. ഇനി നേരെ ജെയിംസ് ബോണ്ട് ഐലൻഡ് ട്രിപ്പ് മാത്രമേ ഉള്ളൂ. അല്പസമയത്തിനുള്ളിൽ ബോട്ട് പുറപ്പെട്ടു. ഏകദേശം ഉച്ച സമയമായിരിക്കുന്നു. ഇപ്പോൾ 1 മണിയോളം ആയിരിക്കുന്നു സമയം. നമ്മുടെ ലഞ്ചിനുള്ള ടൈമായിരിക്കുന്നു. ബൊഫെ എല്ലാം റെഡിയായിട്ട് ഇവിടെ ആളുകളൊക്കെ കഴിക്കാൻ അവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബൊഫെ. വെജിറ്റബിൾ സലാഡ്, നൂഡിൽസ്, ഉള്ളി പൊരിച്ചത്, വൈറ്റ് റൈസ്, മിക്സ് വെജിറ്റബിൾ കറി, ചിക്കൻ ഫ്രൈ, ചിക്കൻ്റെ 2 ടൈപ്പ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഫിഷ് ഉണ്ട്, സൂപ്പ്, ആവശ്യക്കാർക്ക് സൂപ്പുണ്ട്, പിന്നെ ഫ്രൈഡ് റൈസുമാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബൊഫെ. അത് നമുക്ക് ആവശ്യമുള്ള ഫുഡ് എടുത്തിട്ട് ഇതിൻ്റെ എവിടെ വേണമെങ്കിലും ചെന്നിരുന്ന് നമുക്ക് കഴിക്കാൻ സാധിക്കും. താഴെ കണ്ടിട്ടുള്ള ഡൈനിങ് ഏരിയയിലോ അല്ലെങ്കിൽ ഡെക്കുകളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കും. പോകുന്ന വഴിയിൽ 2 വലിയ റോക്കുകൾ നമ്മൾ കണ്ടു. 2 മൃഗങ്ങൾ ഓപ്പോസിറ്റായിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ജെയിംസ് ബോണ്ട് ഐലൻഡ് എത്താറായി. ആ നേരെ കാണുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് റോക്സിൻ്റെ ഉള്ളിലാണ് ജെയിംസ് ബോണ്ട് ഐലൻഡ് ഉള്ളത്. നമ്മൾ ആ കാണുന്ന 2 റോക്കിൻ്റെ ഇടയിലൂടെ വേണം നമുക്ക് പോകാനായിട്ട്. നമ്മുടെ ഈ വലിയ ബോട്ട് അതിൻ്റെ തീരത്തോട്ട് അടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് കടലിലായിട്ട് നിർത്തിയിട്ട് ഇവിടുന്ന് നമ്മൾ ചെറിയ ലോങ് ടൈൽ ബോട്ടുകളിലാണ് ആ നേരെ കാണുന്ന ഐലൻഡിലോട്ട് പോകുന്നത്. ഈ കാണുന്ന ബോട്ടുകളിലാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾ വലിയ ബോട്ടിൽ നിന്ന് വേണം ചെറിയ ബോട്ടിലോട്ട് കയറാൻ. കാരണം ഹൈറ്റിൽ നിന്നും താഴെയായിട്ടാണ് ഈ ചെറിയ ബോട്ട് നിൽക്കുന്നത്. പക്ഷേ അത്ര ഡേഞ്ചറസ് അല്ല, ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഇവിടെ വളരെ കുറച്ച് സമയം മാത്രമാണ് അവർ നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. 1 മണിക്കൂർ ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ഒരു
10-15 മിനിറ്റും കൂടി എക്സ്ട്രാ അവർ അനുവദിച്ചേക്കാം. പക്ഷേ ശരിക്കും നമുക്കൊന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 2-3 മണിക്കൂർ ഉണ്ടെങ്കിലാണ് ഈ ഒരു ഐലൻഡ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പ്രൈവറ്റ് ബോട്ടിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും നിൽക്കാം. ഇതിപ്പോൾ ഗ്രൂപ്പായിട്ട് വന്ന കാരണം നമുക്ക് അതല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഇവിടെ നമുക്ക് ഇവിടെയും നമുക്ക് ഒരുപാട് കേവുകൾ കാണാം. അതിൻ്റെ ഒരു എൻട്രൻസിൽ തന്നെ ഒരു വലിയൊരു കേവ് ഉണ്ട്. നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ വോളൊക്കെ ആയിട്ടുള്ള ഒരു കേവാണ്. ഒരു വലിയൊരു പാറ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു വേറൊരു മലമേൽക്ക് ചിരിച്ച് ചാരി വെച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്, പക്ഷേ ആരും അങ്ങോട്ട് പോകുന്നൊന്നും കാണാനില്ല. റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ബോർഡുകളൊന്നും അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല, പക്ഷേ ആരും അങ്ങോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ ആളുകൾ പോയ അടയാളം നടന്നിട്ടുള്ള വഴികളൊക്കെ ഉണ്ട് അവിടെ. ഞാൻ എന്തായാലും മൊത്തം ഒന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിൽ അങ്ങോട്ട് പോകാമെന്ന് ആണ് വിചാരിക്കുന്നത്. അവിടുന്ന് നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ബീച്ചാണ് കിട്ടുന്നത്. ഈ ബീച്ചിൽ ആ നടുവിൽ കാണുന്ന ആ ഒരു വലിയ ഒരു റോക്ക്, അതാണ് ശരിക്കും പറഞ്ഞാൽ ജെയിംസ് ബോണ്ട് ഐലൻഡിൻ്റെ ഹൈലൈറ്റ്. പഴയ ഒരു ജെയിംസ് ബോണ്ട് മൂവിയിൽ ഉള്ള ഒരു ലൊക്കേഷനാണിത്. ഈ ഒരു പാറയുടെ മുകളിൽ നിന്ന് ജെയിംസ് ബോണ്ട് ഫൈറ്റ് ചെയ്യുന്ന രംഗങ്ങളൊക്കെ ആ ഒരു മൂവിയിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഐലൻഡിന് ജെയിംസ് ബോണ്ട് ഐലൻഡ് എന്നുള്ള പേര് വന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ചെറിയ ചെറിയ കുറേ സോവനിയർ ഷോപ്പുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ടൂറിസ്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ്സാണ്. അത് കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഈ ഷോപ്പുകളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവരൊക്കെ എല്ലാവരും ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഇവിടെ സ്റ്റേ ഇല്ല ഈ ഒരു ഐലൻഡിൽ. വൈകുന്നേരം സൺസെറ്റ് ആവുന്നതോടുകൂടി എല്ലാവരും തിരിച്ചു പോകണമെന്നാണ് ഇവിടുത്തെ നിയമം. ഈ ഒരു ഐലൻഡ് നിൽക്കുന്നത് ഒരു 2 ഭാഗമായിട്ടാണ്. അപ്പോൾ പല ടൂറിസ്റ്റുകളും ഈ 2 സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ടാണ് വരിക. നമ്മൾ വന്നത് ഈ ഒരു സൈഡിൽ നിന്ന് നമ്മളിനി ഈ സ്റ്റെപ്പെല്ലാം കയറി ഇതിൻ്റെ മറ്റേ സൈഡിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കണ്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരികയാണ് ചെയ്യുന്നത്. ഈ പാറക്കെട്ടുകളിൽ നിന്ന് കടലിൻ്റെ വ്യൂ അതിമനോഹരമാണ്. നമുക്ക് എത്ര നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്കത് മതിയാവില്ല. ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്ന അത്രക്കും നല്ലൊരു ആംബിയൻസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട് എന്നുള്ള ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. കുരങ്ങന്മാർക്ക് ഭക്ഷണമൊന്നും കൊടുക്കരുതെന്ന് പ്രത്യേകം അവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കടലും അതുപോലെ തന്നെ കൂറ്റൻ പാറകളും കേവുകളും ഒക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഒരു സാധനമാണുള്ളത്. അതിന് മുകളിൽ നിന്ന് വെള്ളം ഇറ്റ് വീഴുന്നുണ്ട്. മഴ പെയ്തതിൻ്റെ പാറമിൽ കൂടെ അപ്പുറത്ത് ലോങ് ടൈൽ ബോട്ടൊക്കെ വന്നിട്ട് ഇവിടെയാണ് പാർക്ക് ചെയ്യുക. ഞങ്ങൾ ആദ്യം നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് ലോങ് ടൈൽ ബോട്ടും പാർക്ക് ചെയ്യാം. ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ഒരു മൂലയിലായിട്ട് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകൾക്ക് ഇവിടെ സ്മോക്കിംഗ് ഏരിയ ഉണ്ട്, റെസ്റ്റ് ചെയ്യാം. പ്ലാസ്റ്റിക് ബാഗുകളൊന്നും പാടില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ഇനി ഇതിൻ്റെ ശരിക്കുള്ളൊരു വലുപ്പം
ഞാൻ കാണിക്കാം. ഇങ്ങനെ നേരെ അടിയിലാണ് വന്ന് നിൽക്കുന്നത്. ഭയങ്കര വ്യൂ ആണ് നേരെ മുകളിലോട്ട് നോക്കുമ്പോൾ. ഈ പാറക്കെട്ടുകളുടെ ഉള്ളിലോട്ട് പോകാൻ ഇവിടെ ഒരു കവാടമുണ്ട്. അതിന് പ്രത്യേക ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് അതവർ നിർത്തിവെച്ചിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒരു പക്ഷേ ഇത് മഴക്കാലം ആയതുകൊണ്ടായിരിക്കാം. അവിടെ അതിൻ്റെ റേറ്റും താരിഫുകളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം ആണ് നമ്മൾ വന്ന് ഇറങ്ങിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണത്. ഈ ഒരു സൈഡിലോട്ടും ഒരുപാട് ബോട്ടുകൾ വരുന്നുണ്ട്. ഈ ഒരു ഭാഗം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വന്ന ഭാഗത്തോട്ട് തന്നെ മടങ്ങി പോവുകയാണ്.我在那边要跟我拍群收的。ഇവിടെ ഫുള്ള് ഷോപ്പുകളുണ്ട് കേട്ടോ. ചെറിയ ചെറിയ സ്റ്റാളുകൾ, സോവനിയേഴ്സും കുറേ ഐറ്റംസൊക്കെ വെക്കുന്നത്. അതെല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും ഉള്ള പോലെ തന്നെ ഇവിടെയും അങ്ങനത്തെ ഷോപ്സ് കുറേ ഉണ്ട്. പിന്നെ ബീച്ചിൽ വെള്ളം കുറേശ്ശെ കൂടി വരുന്നുണ്ട്. കരയിലോട്ട് വെള്ളം കയറിക്കൊണ്ട് ഇരിക്കുകയാണ്. രാത്രിയാവും തോറും എനിക്ക് തോന്നുന്നു ഇവിടെ വെള്ളം കൂടാനുള്ള ചാൻസസ് ഉണ്ട്. കുറച്ച് ആളുകളൊക്കെ ഓൾറെഡി വെള്ളത്തിൽ കുളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് വെള്ളത്തിലിറങ്ങാൻ ഞങ്ങൾ നിന്നില്ല. പോകുന്നതിനായിട്ട് മുന്നായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കണ്ട കേവിൻ്റെ തൊട്ടടുത്ത് കുറച്ച് ഭാഗത്തോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളുടെ ഒരു ഫോർമേഷൻസ് ഉണ്ട് ഇവിടെ. നമുക്കിങ്ങനെ നടന്ന് അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് പോകാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇവിടുത്തെ ഓരോ സ്പോട്ടും അത് വഴുക്കരുതിട്ടാ. വഴുക്കുന്നത് അത് നല്ല വഴുക്കലുണ്ട്. ഈ ചെരുപ്പ് പ്രത്യേകിച്ചും ഇവിടുന്നുള്ള വ്യൂ ഭയങ്കര അപാരമായിട്ടുള്ള വ്യൂ ആണ്. പിന്നെ അത് കൂടാതെ പല ആളുകൾ ഇങ്ങനെ നുഴഞ്ഞ് കയറി വരുന്നുണ്ട്. ഷോൾഡർ I told to take care because it's very sharp. നന്നാ കുലിയാണോടാ. ഇല്ലേ പുറമൊക്കെ ചിലപ്പോ പൊളിയുവേ. ഉണ്ട്
വേറെ ബോട്ട് വരുന്നുണ്ടോ? നമ്മളെ ബോട്ട് വരുമ്പോഴത്തേനും അവിടെ എന്താ കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് ഇനി പോകാൻ പറ്റില്ല. നമ്മൾ തിരിച്ചു പോവാണ്. നടന്നോ? അതാ പോരാ. നോക്കുന്നു കോഴിക്കും അത് പോയോ ഞാൻ നൈസായിട്ടൊന്ന് പോയിരുന്നു. ഇറങ്ങി നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്. ആളുകളൊക്കെ ബോട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് കരയിലോട്ട് പോവുകയാണ്. ഇനി വേറെ എവിടെ ഹോൾട്ടില്ല, നേരെ കരയിലേക്കാണ്. കാല് ഇത് കുറച്ച് ടഫാണ് കേട്ടോ. ഇത് കുറച്ച് ടഫാണ്. അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാ ആളുകളും. ഇവിടെ വരുന്ന ആളുകൾ പ്രത്യേകിച്ച് സേഫ്റ്റി നന്നായിട്ട് ശ്രദ്ധിക്കണം. കാലൊക്കെ സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഇഞ്ചുറി തന്നെ ഉണ്ടാവും. പക്ഷേ നമുക്ക് നേച്ചർ ആസ്വദിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത്. ഈ ഒരു കേവിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പം നമ്മൾ പോയത്. ഈ കാണുന്ന ഹോൾസിൻ്റെ ഒക്കെ ഉള്ളിലൂടെയാണ് നമ്മൾ പോയത്. ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ അധികം ടൈം കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചെറിയ സമയം മാത്രമാണ് ഇപ്പോൾ അവർ തന്നിട്ടുള്ളത്. ഇവിടെ ബോട്ട് താന്നിട്ട് ആൾക്കാരൊക്കെ കൂടി ഉന്തി ഇപ്പോൾ അങ്ങോട്ട് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി ഞങ്ങൾ എംസ്പോർട്ട് ഐലൻഡിനോട് വിട പറയുകയാണ്. ഇനി ഞങ്ങൾ നേരെ കരയിലോട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഇറങ്ങാൻ നേരത്ത് നമ്മളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാൾക്ക് ഇവിടുന്ന് ചെറിയൊരു അപകടം പറ്റുകയുണ്ടായി. പുള്ളി ബോട്ടിലോട്ട് കയറുന്നതിനിടയിൽ കാല് തെറ്റി താഴെ വീഴുകയും പുള്ളിയുടെ കാല് നന്നായിട്ടൊന്ന് മുറിയുകയും ചെയ്തു. ഞങ്ങളോടൊപ്പം കടലിൽ നീന്തി കുളിക്കാനും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിരുന്നു അത്. ഒരു ഇറാൻ സ്വദേശി ആണ് പുള്ളി. ഇത് നങ്കൂരം പൊന്തിച്ച് വരും. ഇതിൽ നിന്ന് പൊന്തിച്ചെടുത്തിട്ട് ഇവിടെ ടൈറ്റൻ ചെയ്തിട്ടിരിക്കും. ടൈറ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഓക്കെ, ബാക്കിയെല്ലാം ഇതിലോട്ടിട്ടിട്ട് അവരിത് ക്ലോസ് ചെയ്യണം. ഞങ്ങൾ നേരെ ഇനി കരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ എവിടെയും സ്റ്റോപ്പില്ല. നേരെ തിരിച്ചു പോവുകയാണ്. മഴ ചെറുതായിട്ട് ചാറൽ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും മഴ നല്ല ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങിയിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് ലാസ്റ്റ് കയാക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ഈ തുഴച്ചിലേരും കയാക്കിങ് ബോട്ടൊന്നും ഷിപ്പിൽ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവരൊന്നും ജെയിംസ് ബോണ്ട് ഐലൻഡിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു ഏതോ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ അവരെല്ലാവരും അവിടെ ഈ ബോട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വളരെ പെട്ടെന്ന് അവരെല്ലാവരും ബോട്ടുകൾ ഈ ഷിപ്പിലോട്ട് ലോഡ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിൽ അവർ 12 കയാക്കിംഗ് ബോട്ടുകളും ഷിപ്പിലോട്ട് കയറ്റി കറക്റ്റായിട്ട് അടക്കി വെച്ച് അത് കഴിഞ്ഞ് അവർ ഷിപ്പിൽ തന്നെയുള്ള ഷവറിൽ നിന്നും കുളിക്കുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത്. അത്രക്കും പ്രൊഫഷണലായിട്ടുള്ള ആളുകളാണ് അവർ ഈ ഒരു ടൂറിസം മേഖലയിൽ. ലോഡ് ചെയ്യലും അറേഞ്ച് ചെയ്യലും കഴിഞ്ഞ് കുളിക്കലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. സമ്മതിച്ചേ പറ്റും. മഴ അപ്പോഴും തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മഴ ഒന്ന് ശമിച്ചു. അപ്പോൾ വീണ്ടും ആളുകളെല്ലാം പഴയ പോലെ തന്നെ ബോട്ടിൻ്റെ ഡെക്കിലും റൂഫിലൊക്കെ കയറി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. നമ്മുടെ സൗദി പിള്ളേർ എല്ലാവരും ഡെക്കിൽ കയറി നിൽക്കുന്നുണ്ട്. അവരുമായിട്ട് കുറച്ച് നേരം ഞാൻ സംസാരിച്ചിരുന്നു.
അവർ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ചോദിച്ചറിഞ്ഞു, അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മുന്നിൽ വെച്ചത് തന്നെ. Meet you, bro. Okay. Open YouTube. I will. Back to India. Okay. Where are you? I'm coming from Qatar. I'm working in Qatar. Qatar. What's your job? I'm a designer, graphic designer. I am a dentist. Editor? Yes. Okay. يعني Like درسنا. movie editor. Doctor, this. No, I am a dentist. Dentist. Dentist, yes. mashallah. Doctor. ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ കരയിലെത്തി. ദൂരെ നിന്ന് തന്നെ നമ്മുടെ ബോട്ട് യാർഡ് നമുക്ക് കാണാനുണ്ടായിരുന്നു. കരയിലെത്തി എല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ജെട്ടിയിലോട്ട് നടക്കാൻ തുടങ്ങുകയാണ്. എന്തായാലും ഇതൊരു സൂപ്പർ ട്രിപ്പായിരുന്നു. നമുക്ക് ലൈഫ് ലോങ് ഓർത്തു വെക്കാൻ പാകത്തിനുള്ള നല്ല ഒരുപാട് മെമ്മറീസ് തന്നൊരു മനോഹരമായ ട്രിപ്പായിരുന്നു. നമ്മൾ ഇവിടുന്ന് വന്ന പോലെ തന്നെ ബസ്സിൽ നേരെ ജെട്ടിയുടെ ഓഫീസിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് നമ്മളെ ഹോട്ടലിലോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളുടെ വണ്ടികൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലെത്തി. ഇനി ഇവിടുന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് നമ്മൾ പതുക്കെ നടക്കുകയാണ്. നമ്മൾ കാലത്ത് വരുന്ന സമയത്ത് കണ്ടിരുന്ന കടൽ ഇപ്പോൾ വെള്ളമെല്ലാം കുറഞ്ഞ് അത് വറ്റി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കാലത്ത് ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ബോട്ടുകളൊക്കെ ഇപ്പോൾ മണ്ണിലാണ് നിൽക്കുന്നത്. ജെയിംസ് ബോണ്ട് ഐലൻഡ് ട്രിപ്പിൻ്റെ എപ്പിസോഡുകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ ഒരു ഡെസ്റ്റിനേഷൻ പരിചയപ്പെടാം. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കാനായി ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലാക്കി അറിയിക്കാനും മറക്കരുത്. വിരോധമില്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.